കാട് കയറാത്ത ഭീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് വലതുകാൽ നഷ്ടമായ വയനാട് നീർവാരം സ്വദേശി തമ്പിക്ക് 8 വർഷമായിട്ടും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല. മുൻപ് തെങ്ങ് കയറ്റമായിരുന്നു ജോലി. കാൽ മുറിച്ചു മാറ്റിയതോടെ തമ്പിയുടെ ജീവിതം വഴിമുട്ടി. സർക്കാർ സഹായത്തിനായി എന്നെങ്കിലും അധികൃതരുടെ കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അദ്ദേഹം. 2017 ജൂൺ 6-ാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് നീർവാരം സ്വദേശി തമ്പി കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത്. ആനയുടെ ആക്രമണത്തിൽ തമ്പിയുടെ തോളലിന് പൊട്ടലുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ തമ്പിയുടെ വലത്തേക്കാൽ പിന്നീട് മുറിച്ചുമാറ്റി. അന്നേരം അവിടെ പുല്ലുണ്ടായിരുന്നു, കുറെ കാൽത്തീറ്റ. അതിന് നടുവിന് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ഈ പ്ലാവിന് മുകളിലുള്ള ചക്ക പൊള്ളും കുലുക്കി ആനയ്ക്ക് ആ ചക്ക കിട്ടാത്തതുകൊണ്ട് കിട്ടാത്ത ദിവസത്തിലാണ് ആന കൊണ്ട് കയറി വരുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ എന്നെ പിടിച്ച് കറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സോളാറിൻ്റെ ജെല്ല് പൊട്ടി. രണ്ടാമത് വന്നു എന്നെ ചവിട്ടിയതാണ് എൻ്റെ കാലിന് കിട്ടിയത്. വലത്തേക്കാൽ നഷ്ടമായതോടെ തെങ്ങ് കയറാൻ കഴിയാതെ ഉപജീവനം മുടങ്ങി. സർക്കാർ സഹായമായി ആകെ ലഭിച്ചത് 75,000 രൂപ മാത്രമാണെന്ന് തമ്പി പറയുന്നു. ജോലി നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും അത് വാഗ്ദാനമായി തുടരുന്നു. അവർ തരാമെന്ന് പറഞ്ഞത് അത് കിട്ടിയില്ല. ഒരു കുറച്ച് പൈസയും കൂടി കിട്ടാനുണ്ട്. അവർ പറഞ്ഞ് അവർക്ക് 3-4 പ്രാവശ്യം അവർ വന്നു. അവർ പറഞ്ഞു ഇത് പേപ്പറെല്ലാം കൊണ്ടു കൊടുക്കുക, ഇന്നലെ കിട്ടുള്ളൂ എന്ന്. അത് കൊണ്ടുകൊടുത്ത് ഇതുവരെ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഉദാരമനസ്കരുടെ സഹായത്താൽ ലഭിച്ച ക്രച്ചസിന്റെ സഹായത്തോടെയാണ് തമ്പി ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാർ ഇപ്പോൾ ആനത്തമ്പി എന്നാണ് വിളിക്കാറ്. അങ്ങനെ വിളിക്കുന്നവരുടെ മുഖത്ത് നോക്കി തമ്പി ഒന്ന് മന്ദഹസിക്കും. വിധി സമ്മാനിച്ച ദുരനുഭവത്തിന് നേരെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ഒരു മന്ദഹാസം. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. തമ്പിയുടേതുപോലെ എത്രയെത്ര ജീവിതങ്ങളാണല്ലേ. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇവരുടെ മേൽ പതിഞ്ഞേ മതിയാകൂ എന്നാണ് നമുക്കും പറയാനുള്ളത്.